50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ഭീതി. അമേരിക്കയുടെ പേരുകേട്ട പോലീസിനെയും നീതിന്യായ വ്യവസ്ഥയെയുമെല്ലാം വെല്ലുവിളിച്ച ഒരു നിഴൽ. ഇന്നും ലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സീരിയൽ കില്ലർ. സോഡിയാക് എന്ന സ്വയം പ്രഖ്യാപിത നാമത്തിൽ അമേരിക്കയിലെ ജനങ്ങളെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ആ നരാധമന്റെ ജീവിതത്തിലെ ഗൂഢരഹസ്യം നമുക്കൊന്ന് തുറക്കാം. യഥാർത്ഥത്തിൽ ഇയാൾ ആരാണെന്ന് ഇന്നും ആർക്കും കൃത്യമായി അറിയില്ല. 1960കളിൽ കാലിഫോർണിയയെ നടുക്കിയ ഇയാൾ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചോ ജനനത്തെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി വെച്ചു. ആർതർ ലെയ്ഗ് അലൻ എന്നയാളെ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംശയിച്ചിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സോഡിയാക് ഇന്നും ഒരു അജ്ഞാത രൂപമാണ്. ഇയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ നമുക്കിടയിൽ ജീവിച്ചിരുന്നിരിക്കാം. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു ക്രൂരനായ വേട്ടക്കാരൻ എന്നും ഒളിഞ്ഞിരുന്നു. പ്രധാനമായും വിജനമായ സ്ഥലങ്ങളിലെ കമിതാക്കളെയാണ് ഇയാൾ ലക്ഷ്യം വച്ചിരുന്നത്. ഇരുട്ടിന്റെ മറവിൽ തോക്കും കത്തിയും ഉപയോഗിച്ചുള്ള ക്രൂരമായ ആക്രമണമായിരുന്നു അയാളുടെ രീതി. എന്നാൽ കൊലപാതകത്തെക്കാൾ വിചിത്രമായിരുന്നു അതിനുശേഷമുള്ള കാര്യങ്ങൾ. പോലീസിനെയും മാധ്യമങ്ങളെയും ഇയാൾ നിരന്തരം പരിഹസിക്കുമായിരുന്നു. അക്ഷരങ്ങളും ചിഹ്നങ്ങളും നിറഞ്ഞ ക്രിപ്റ്റോഗ്രാമുകൾ പത്ര ഓഫീസുകളിലേക്ക് അയച്ചുകൊണ്ട് തന്റെ പേര് വെളിപ്പെടുത്തുമെന്ന് അയാൾ വെല്ലുവിളിച്ചു. ചില സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ ലേക്ക് ഹെർമൻ റോഡിൽ ക്രിസ്മസിന് തൊട്ടുമുമ്പുള്ള രാത്രിയിൽ 2 യുവാക്കളെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് അയാൾ തുടങ്ങിയത്. പിന്നീട് ലേക്ക് ബെറിയസയിൽ ഒരു വധശിക്ഷ നടപ്പാക്കുന്നവന്റെ ഭീകരമായ വേഷം ധരിച്ചെത്തിയാണ് അയാൾ ദമ്പതികളെ ആക്രമിച്ചത്. സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു ടാക്സി ഡ്രൈവറെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ രക്തം പുരണ്ട ഷർട്ടിന്റെ കഷ്ണം പോലീസിന് അയച്ചുകൊടുത്ത് സോഡിയാക് തന്റെ സാന്നിധ്യം ഉറപ്പിച്ചു. താൻ 37 പേരെ കൊന്നു എന്ന് ഇയാൾ അവകാശപ്പെട്ടെങ്കിലും 5 പേരുടെ മരണം മാത്രമേ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇന്നും ആ സോഡിയാക് ചിഹ്നങ്ങൾ ലോകത്തിനു മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. ഏറ്റവും ഭീകരമായ സത്യം മറ്റൊന്നാണ്. ആയിരക്കണക്കിന് പോലീസുകാരും FBI-യും വർഷങ്ങളോളം പിന്തുടർന്നിട്ടും ആ കറുത്ത മുഖംമൂടിക്ക് പിന്നിലെ രൂപം ആരെന്ന് കണ്ടെത്താൻ ലോകത്തിന് സാധിച്ചില്ല. സോഡിയാക് അയച്ച വിചിത്രമായ ചിഹ്നങ്ങളിൽ ഇന്നും വെളിപ്പെടാത്ത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അയാൾ ഒരിക്കലും പിടിക്കപ്പെട്ടില്ല, ശിക്ഷിക്കപ്പെട്ടതുമില്ല. ഒരുപക്ഷെ നമുക്കിടയിൽ ഒരു സാധാരണക്കാരനായി അയാൾ വാർദ്ധക്യം ആസ്വദിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആ നിഗൂഢതകൾ അയാളോടൊപ്പം മണ്ണടിഞ്ഞിട്ടുണ്ടാകാം. സോഡിയാക് കില്ലർ ഇന്നും ലോകത്തെ ഏറ്റവും വലിയ അൺസോൾവ്ഡ് മിസ്റ്ററിയായി തുടരുന്നു.